നമസ്കാരം, കേരളത്തിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കോൺഗ്രസിന്റെ KPCC പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നേതാക്കന്മാർ അസ്വസ്ഥരാണ്. ഈ നേതാക്കന്മാരുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയായിരിക്കും കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സോണിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. സോണി, എന്താണ് നമുക്ക് ഈ കോൺഗ്രസിലെ KPCC പുനഃസംഘടന വരുത്തി വെച്ചിട്ടുള്ള വിനകൾ എന്തൊക്കെയായിരിക്കും ഭാവി നടക്കാൻ പോകുന്നത്? അല്ല, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരൻ മാറിയപ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ് കോൺഗ്രസിലുള്ളത്. അതൊന്ന് ശശി തരൂരും മറ്റൊന്ന് K. മുരളീധരനുമാണ്. K. മുരളീധരന്റെ കാര്യം പറഞ്ഞു. ഏറ്റവും അധികം പിന്തുണ കൊടുത്തത് K. സുധാകരൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ, K. മുരളീധരന്. അതുപോലെ തന്നെ ശശി തരൂരിനും ഏറ്റവും അധികം പിന്തുണ നൽകിയത് K. സുധാകരനാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ ദേശീയ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന ഒരു ഇത് വന്നപ്പോൾ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിച്ച വ്യക്തി കൂടിയാണ് KPCC പ്രസിഡന്റായ K. സുധാകരൻ. തീർച്ചയായിട്ടും അദ്ദേഹം മാറിയപ്പോൾ, ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരൻ മാറിയപ്പോൾ ഏറ്റവും അധികം നഷ്ടം ശശി തരൂരിനെ പോലുള്ളവർക്കാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ശശി തരൂരിന് ഈ അവസ്ഥയിൽ എത്ര കാലം കോൺഗ്രസ് നിൽക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശശി തരൂർ വൈകാതെ തന്നെ പാർട്ടിയിൽ നിന്ന് മാറാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന് ഇനി നിന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പദം കിട്ടണം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഉന്നത പദവി ദേശീയ തലത്തിലാണെങ്കിൽ കോൺഗ്രസിന് ഭരണമില്ല. അപ്പൊ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ അദ്ദേഹത്തിന് വകയില്ല. ഇപ്പം കേരള രാഷ്ട്രീയത്തിലേക്ക് ശശി തരൂരിനെ അടുപ്പിക്കുന്നില്ല. ഇപ്പൊ സുധാകരൻ അടുത്ത് വരുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഇപ്പൊ KPCC പ്രസിഡന്റ് മാറ്റാനായിട്ട് ഇവിടെയുള്ള സംസ്ഥാന നേതൃത്വം താല്പര്യപ്പെടുന്നത്. ഇപ്പൊ സതീശനാണെങ്കിലും വേണുഗോപാലും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും ശശി തരൂര് അടുത്ത ഡിസംബറിന് മുൻപ്, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂര് കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയിരിക്കും. ശശി തരൂരിനോടൊപ്പം കൂടെ പോകുന്ന ഒരു നേതാവായിരിക്കും ശബരിനാഥൻ. മുൻ അരുവിക്കര MLA ആയിരുന്ന ശബരിനാഥൻ. അതായത് മുൻ സ്പീക്കറും സംസ്ഥാന മന്ത്രിയും സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനുമായിരുന്ന അന്തരിച്ച G. കാർത്തികേയന്റെ മകൻ ശബരിനാഥും ശശിധരനോടൊപ്പം BJPയിലേക്ക് പോകും. ഇത് സത്യസന്ധമായ ഒരു വസ്തുതയാണ്. ചെവി കടിച്ചു പറിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ഉള്ളിടത്തോളം കാലം ശശി തരൂരിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും ഒരു സഹമന്ത്രിയായിട്ട് പോലും നിൽക്കാൻ കഴിയുമെന്ന വിശ്വാസം ശശി തരൂരിനില്ല. പിന്നെ കോൺഗ്രസ് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിലും ശശി തരൂരിന് കൃത്യമായ ധാരണയുണ്ട്. ശശി തരൂർ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന യുദ്ധത്തിനെ സംബന്ധിച്ച് മോദിക്ക് അനുകൂലമായി പ്രസ്താവന, കോൺഗ്രസുകാരൊക്കെ ഒന്നടങ്കം ഇന്ദിരാഗാന്ധിയുടെ നെഞ്ചളവ് മോദിക്കില്ല എന്ന് സ്ഥാപിക്കാനായി 1971 യുദ്ധമൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ ശശി തരൂർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, 1971 നടന്നത് യുദ്ധവും ഇത് ഓപ്പറേഷനുമാണ്, അത് രണ്ടും രണ്ടാണ്, അതിനെ രണ്ടും ഒരേപോലെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അത് കൃത്യമായി കാര്യങ്ങളെ ഒന്നും മറച്ചു വെക്കാതെ തന്റെ അഭിപ്രായം പറയുന്ന ഒരാളായി കോൺഗ്രസിനെതിരെ പറയുമ്പോൾ എല്ലാവരും ഈ സത്യം മറച്ചു വെച്ചിട്ട് കോൺഗ്രസിന് അനുകൂലമായി സംസാരിച്ച് തീയുണ്ടാക്കി വെക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്ത് സത്യം ഇതാണ് എന്നത്, പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഒരാളെടുക്കുന്ന തീരുമാനത്തിനെ അല്ലെങ്കിൽ മോദി എടുക്കുന്ന തീരുമാനത്തിനെ അനുകൂലിക്കുന്നു എന്ന് ഉള്ളത് ഒരു രാഷ്ട്രീയമായ കാര്യമല്ല. അത് ശരിയായിട്ടും ഒരു കൃത്യമായി അഭിപ്രായം പറയേണ്ട കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അങ്ങേറ്റം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെയൊക്കെ BJPയുടെ ഒരു ചായവും അപ്പോൾ അദ്ദേഹത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് BJPയിലെ അണികളിലൊക്കെ ഒരു പ്രതീക്ഷയാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഏതായാലും സോണിയുടെ അറിവ് ശരിയായിട്ടും മൊത്തത്തിലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. ഡിസംബറിനകത്ത് ശബരിനാഥും അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2-3 നേതാക്കന്മാരും ഡിസംബറിനകം ഗ്രൂപ്പായിട്ട് BJPയിലേക്ക് പോകും എന്നാണ് അറിവായിട്ടുള്ളത്. അതിനുശേഷം അപ്പൊ അത് എവിടൊക്കെയായിരിക്കും അവർക്ക് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള അങ്ങനെയുള്ള തീരുമാനങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സോണി അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ല, മത്സരിക്കാനും സാധ്യതയില്ല. കാരണം മത്സരിക്കാൻ ഇവർക്ക് എവിടെയും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP ഇരു കൈ നീട്ടി സ്വീകരിക്കും. അഥവാ BJPക്ക് രാജ്യസഭയിലൂടെ കേന്ദ്രമന്ത്രി സ്ഥാനം വരെ കിട്ടാനായിട്ട് ശശി തരൂരിന് സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് പല ഭാഷകൾ അറിയാം, പല ലോകരാഷ്ട്രങ്ങളെ അറിയാം. അതൊക്കെ BJPക്ക് ശശി തരൂരിലൂടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ ശബരിനാഥിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശബരിനാഥിൽ നിന്ന് ഇപ്പോൾ പല കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും ചെറുപ്പക്കാർ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനാണെങ്കിലും ഷാബി പറമ്പിലൊക്കെ ആണെങ്കിലും വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ശബരിനാഥിനെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം, ഒരു മേഖലയിലും. പിന്നെ ശബരിനാഥിന് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. കാർത്തികേയൻ അന്തരിച്ച ശബരിനാഥിന്റെ പിതാവ് G. കാർത്തികേയൻ കോൺഗ്രസിന്റെ ശക്തനായ നേതാവായിരുന്നു സംസ്ഥാനത്തെ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ വന്നൊരു നേതാവാണ് ശബരിനാഥൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടിയോട് വലിയ വിധേയത്വം ഉണ്ടാകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് ഏത് പാർട്ടിയിലേക്ക് എപ്പോൾ വേണേലും പോകാം.
അല്ല, നല്ല രീതിയിൽ ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ ഒതുക്കുന്നതല്ലേ, അദ്ദേഹത്തിന് വളർന്നു വരാനുള്ള സാഹചര്യം. അതെ, നിങ്ങൾ ജി കാർത്തികേയന്റെ മകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സീറ്റ് തന്നു, ഇനി നിങ്ങൾക്ക് സീറ്റ് തരത്തില്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ ഒതുക്കപ്പെടുന്നതാണെന്നും നമുക്ക് കാണാൻ പാടില്ല. ഒരിക്കലും ഒതുക്കപ്പെടുന്നതല്ലോ. അദ്ദേഹത്തിന് ഷുഗർ സീറ്റായിട്ട് അരുവിക്കര ജി കാർത്തികേയൻ മരിച്ചപ്പോൾ ഒന്നെങ്കിൽ കാർത്തികേയന്റെ ഭാര്യ അല്ലെങ്കിൽ മകൻ മത്സരിക്കട്ടെ എന്നാണെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തത്. അങ്ങനെ അവസാനം അമ്മയെ മാറി മോഹനോടെ മത്സരിക്കുന്നു. മോഹൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നു. പിന്നെ ഈ കാർത്തികേയനെ പോലെ ഒരു ജനകീയത ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പിന്നത്തെ തവണ അദ്ദേഹം അത് CPM തിരിച്ചു പിടിച്ചു ആ സീറ്റ്. അത് കോൺഗ്രസിന്റെ കുഴപ്പമല്ല. അതുപോലെ മറ്റെല്ലാ ചില നേതാക്കന്മാരുടെ മക്കളുണ്ട് ഇതുപോലെ തന്നെ. ഈ നല്ല UDF പ്രതീക്ഷയുള്ള പല സീറ്റുകളും ഇങ്ങനെയുള്ളവരുമായി നശിപ്പിച്ചുകൊണ്ട് എന്നിട്ട് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു പാർട്ടിയോടൊന്നും ഒരു ആത്മാർത്ഥത ഇവർക്കൊന്നുമില്ല. നാളെ ഇവർക്ക് വേറൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് പോകാൻ തയ്യാറാകും. ഇപ്പം ദേശീയ തലത്തിലെ AICC പ്രസിഡന്റ് ആയിട്ട് ശശി തരൂർ വന്നപ്പോൾ ശശി തരൂരിനെ പൊതുവായിട്ട് നിന്ന് പബ്ലിക്കായിട്ട് പിന്തുണച്ച ഒരു വ്യക്തിയാണ് ശബരിനാഥ്. അപ്പം ശബരിനാഥിന് പല താല്പര്യങ്ങൾ അതിലുണ്ട്. ഇപ്പൊ AK ആന്റണിയുടെ മകന് പോകാൻ പറ്റിയല്ലോ BJPയിലേക്ക്. AK ആന്റണി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവല്ലേ. ദേശീയ കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു. നരസിംഹറാവു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ സോണിയാഗാന്ധി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ഒരു വ്യക്തിയായിരുന്നു AK ആന്റണി. അദ്ദേഹത്തിന്റെ മകന് BJPയിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ കാർത്തികേയന്റെ മകന് പോകുന്നതിനൊന്നും വലിയ തടസ്സമില്ല. കർണാടകന്റെ മോള് പോയില്ലേ. അപ്പൊ കാർത്തികേയന്റെ മോന് വളരെ സജീവമൊന്നുമില്ല രാഷ്ട്രീയത്തില്, ഒരു മേഖലയിൽ ഇപ്പൊ കാണാനില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ആണെങ്കിൽ ദിവ്യ സൈർ IAS, അവര് കൂടുതലും ഇടതുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് ഒത്തിരി സജീവമായി നിൽക്കുന്നത് കാണാം. കാരണം ഒരു എതിർപ്പും വകവെക്കാതെ, ഇപ്പം കോൺഗ്രസ്സുകാരുടെ ഒന്നും ഒരു എതിർപ്പും വകവെക്കാതെ അവർ നിരന്തരം CPM-നെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല മേഖലകളിലും. ഇപ്പൊ തന്നെ നമ്മുടെ K രാധാകൃഷ്ണൻ വരുമ്പോൾ അദ്ദേഹം MP ആയി ജയിച്ചപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. അതുപോലെ തന്നെ KK രാഗേഷിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇതിനെല്ലാം കോൺഗ്രസ് നേതാക്കന്മാർ എതിർക്കുമ്പോൾ പോലും ശബരിനാഥിന്റെ ഭാഗത്തു നിന്ന് ഭാര്യക്കെതിരെ ഉയർന്ന ഒരു ശബ്ദം വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നീ കാണിക്കുന്ന മോശമാണെന്ന് തുറന്ന് അഭിപ്രായപ്പെടാൻ ശബരിനാഥ് ഇതുവരെ തയ്യാറായിട്ടില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് പോകുന്നതല്ലാതെ ശബരിനാഥിന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഒരു കാര്യമുണ്ട്, ദിവ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വ്യക്തിത്വമുണ്ട്. ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ആ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ആളെന്ന നിലയിൽ അവരുടെ അഭിപ്രായം നീ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഭർത്താവെന്ന നിലയിലുള്ള ഒരു അധികാരമാണ്. ആ അധികാരം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ശബരിനാഥിന്റെ ഒരു പോസിറ്റീവായിട്ട് വേണ്ടേ കാണാൻ? ഇല്ല, ഒരിക്കലും അല്ല. കാരണം ഉയർന്ന ഒരു ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ദിവ്യ സൈർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അതായത് ഒരു ഉദ്യോഗതലത്തിൽ നിൽക്കുന്ന ഒരാളാണ്, ഉദ്യോഗതലത്തിൽ തന്നെ ഉയർന്ന മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അത് അവരൊരു പാർട്ടിയെ പിന്തുണയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ഒപ്പം തന്നെ കോൺഗ്രസ് പാരമ്പര്യത്തിൽ വന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് ദിവ്യ സൈർ. അത് തന്റെ ഭർത്താവിനെ ബാധിക്കുമെന്ന് അവർ ചിന്തിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ അവർ നിരന്തരം ഈ രീതിയിൽ പോഴ്ത്തലുകൾ CPM-നെയും CPM നേതാക്കന്മാരെയും പോഴ്ത്തലുകൾ നടത്തുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കും ശബരിനാഥിന് ഇത്രയ്ക്ക് ആത്മാർത്ഥതയെ പാർട്ടിയോടുള്ളൂ എന്നുള്ളത്. നല്ലൊരു ഓഫർ കിട്ടിയാൽ ശബരിനാഥും അങ്ങോട്ട് കളം ചാടാൻ സാധ്യതയുണ്ട്. അപ്പം മറ്റുള്ള നമ്മൾ കണ്ടുവരുന്നല്ലോ, പത്മജ വേണുഗോപാലിന്റെ കാര്യവും അനിൽ ആന്റണിയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ മറ്റൊരു അനിൽ ആന്റണിയും പത്മജയൊക്കെ ആകാൻ സാധ്യതയുണ്ട് ശബരിനാഥിന് സീറ്റ് ആരും കൊടുക്കുകയില്ലെന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത പ്രാവശ്യം ശബരിനാഥിന് കോൺഗ്രസ് ആത്മാർത്ഥമായിട്ട് ശബരിനാഥിനെ ആഗ്രഹിച്ച് അവിടെ കൊടുക്കും. പക്ഷെ ജയിക്കുക എന്നുള്ളത് കണ്ടറിയണം. ശബരിനാഥിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് അരുവിക്കരയിൽ തോറ്റത്, അല്ലാതെ കോൺഗ്രസ്സുകാരെ ഒപ്പിച്ചതല്ല. കാരണം കാർത്തികേയൻ വളരെ കാലം അദ്ദേഹം ജനകീയ നേതാവായിരുന്നു. അദ്ദേഹം അടിത്തട്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. KSUയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു, ഒപ്പം തന്നെ സ്പീക്കറായിരുന്നു. അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിച്ചു വന്ന പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. രമേശ് ചെന്നിത്തലയെക്കാട്ടിലൊക്കെ ഒരു സീനിയറായ വ്യക്തി കൂടിയാണ് കാർത്തികേയൻ. അദ്ദേഹത്തിന്റെ അദ്ദേഹം മരിച്ചപ്പോൾ ആ ഒരു പരിഗണന വെച്ചാണ് ശബരിനാഥിന് സീറ്റ് UDF അരുവിക്കരയിൽ കൊടുക്കുന്നത്. അന്ന് ശബരിനാഥിനെ ആദ്യം എതിർത്തത് CPM-ന്റെ കരുത്തനായ നേതാവ് M വിജയകുമാറായിരുന്നു. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു ഇടതുപക്ഷ മന്ത്രിസഭയിൽ. അദ്ദേഹത്തെ തോപ്പിച്ചുകൊണ്ടാണ് അന്ന് രാജഗോപാൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അവരെല്ലാം തോപ്പിച്ചുകൊണ്ടാണ് ശബരിനാഥ് അവിടെ വലിയ ഭൂരിപക്ഷത്തിന് അരുവിക്കര ജയിച്ചത്. കഴിഞ്ഞ തവണ ശബരിനാഥിന്റെ കയ്യിലിപ്പോണ്ടാണ് അവിടെ ആ മണ്ഡലം നശിപ്പിച്ചത്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിനാഥിനെ പോലുള്ള ഒരു വ്യക്തിക്ക് ഒരു പുരുഷ മന്ത്രിസ്ഥാനം വരെ കിട്ടാം. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. വിദ്യാഭ്യാസ തലം ആ ജോലിയൊക്കെ ആ മേഖലകളിലെ ജോലി സാധ്യതയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത്. അപ്പൊ അച്ഛൻ മരിച്ചു പോയപ്പോൾ ഞാൻ തന്നെ മത്സരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തുകയായിരുന്നു. അദ്ദേഹത്തെ ആരും നിർബന്ധിച്ചൊന്നും കൊണ്ടുവന്നൊന്നുമല്ല, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വരാനായിട്ട്. അങ്ങനെയൊക്കെ വന്ന വ്യക്തിയാണ്. അപ്പൊ ശശി തരൂരിനെ ഏറ്റവും അധികം പിന്തുണച്ച വ്യക്തിയും ദേശീയ പ്രസിഡന്റായിട്ട് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ ശശി തരൂർ ഇറങ്ങിയപ്പോൾ ഏറ്റവും അധികം പിന്തുണ കൊടുത്ത വ്യക്തിയും ഈ ശബരിനാഥായിരുന്നു. അപ്പൊ ഈ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമായിട്ട് പുള്ളി പുറകിലാണ്,
അവിടുത്തെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത് എന്നൊക്കെ പറയുന്ന ഈ ശബരിനാഥിനെ BJPക്ക് കിട്ടിയിട്ട് BJPക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? അല്ലെങ്കിൽ ശബരിനാഥിന് BJPയിൽ എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഈ ശബരിനാഥിന് അവിടെ സ്വന്തം സ്ഥലത്ത് അച്ഛൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അച്ഛൻ ദീർഘകാലം പ്രതിനിധിയായിരുന്ന MLA ആയിരുന്ന മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹത്തെ തിരിച്ച് വീണ്ടും അവിടെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നാളെ ഞാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ശബരിനാഥിന് കഴിയുമോ? അങ്ങനെ ശബരിനാഥിനെ ആ ഭാരം, നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യമില്ല, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ചങ്ങാത്തമില്ല, അല്ലെങ്കിൽ ഒരു കയ്യിലിരിപ്പ് കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരാളിനെ ചുമക്കേണ്ട ഉത്തരവാദിത്വം BJPക്ക് ഉണ്ടോ? അതുകൊണ്ട് BJPക്ക് ഗുണമുണ്ടോ, അദ്ദേഹത്തിന് ഗുണമുണ്ട്? രണ്ടുപേർക്കും ഗുണമില്ലാതെ എങ്ങനെയാണ് ശബരിനാഥ് പോകുന്നത്? ഇല്ല, BJPക്ക് ഗുണമില്ലെന്നൊന്നും പറയുന്നില്ല. കാരണം ഈ കർണാടകയുടെ മകൻ K. മുരളീധരൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കാർത്തികേയന്റെ മകൻ ശബരിനാഥ് എന്ന് പറയുന്നത്. കാരണം കുറെയൊക്കെ വോട്ടുകൾ കോൺഗ്രസ് നടത്തിയെടുക്കാൻ ശബരിനാഥിന് സാധിക്കും. പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മക്കളൊക്കെ BJPയിലേക്ക് വന്നു എന്ന് വരുത്തി തീർക്കാൻ കഴിയും, വരുത്തി തീർക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു ആകർഷണീയത പാർട്ടിക്ക് ഉണ്ടാക്കാനും പറ്റും BJPക്ക്. അരുവിക്കരെ ശബരിനാഥ് മത്സരിക്കുമെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ മത്സരിച്ചുകൊണ്ട് ജയിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ K. മുരളീധരൻ പോയി വട്ടിയൂർക്കാവിൽ മത്സരിച്ചെന്ന് പറയുന്ന പോലെയോ, ശശി തരൂർ പോയി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ മത്സരിച്ചെന്ന് പറയുന്ന പോലെയൊന്നും ശബരിനാഥിനെ കാണാൻ പറ്റില്ല. അത്രയുള്ള ഒരു തൂക്കമൊന്നും ശബരിനാഥിനില്ല. പക്ഷേ ശശി തരൂരിനെ പോലുള്ള ഒരാൾ കൂടെ BJPയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ ഗറോപ്പിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ, അദ്ദേഹം ശബരിനാഥ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, ഭാഷാ പാണ്ഡിത്യമൊക്കെ ഉണ്ട്, നിസ്സാരക്കാരനൊന്നുമല്ല. ആ മേഖലകൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കളഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തിയത്. ശശി തരൂരിലൂടെ കൂടെ പോയിട്ട് അദ്ദേഹത്തിന്റെ കെയറോപ്പിൽ എന്തെങ്കിലും BJPയിൽ നേടിയെടുക്കാൻ പറ്റിയാൽ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ശബരിനാഥിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇതിനകത്ത് ഇവരല്ലാതെ മറ്റു നേതാക്കന്മാരും ശശി തരൂരിനൊപ്പം BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അക്കൂട്ടത്തിൽ K. സുധാകരനും പോകുമോ? ഇല്ല, K. സുധാകരനൊന്നും പോകാൻ സാധ്യതയില്ല. കാരണം K. സുധാകരന് കിട്ടാനുള്ളതെല്ലാം കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായോദരയായി ഇപ്പൊ നേതാക്കന്മാരും പോകുകയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നിശ്ചയിക്കാതല്ലേ പല നേതാക്കന്മാരും പല പാർട്ടിയിലേക്കും പോയിരിക്കുന്നത്. അപ്പോൾ KB തോമസ് ആണെങ്കിൽ LDF പാർട്ടി നടന്നിരിക്കുന്നു. അപ്പോൾ തന്നെ പൻവാജ് പോലെ BJPയിലേക്ക് പോയിരിക്കുന്നു. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിൽ എങ്ങനെ നാളത്തെ കാര്യം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റുകയില്ല. കോൺഗ്രസ് ഇനിയൊരു അധികാരത്തിൽ വരുന്നില്ലെന്ന് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും പലരും BJPയിലേക്ക് എത്തിക്കും. BJPക്ക് ഇവിടെ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ. പിന്നെ രണ്ടാമത് BJPക്ക് ഇവിടെ അധികാരത്തിൽ എത്തിയില്ലെങ്കിലും ദേശീയ തലത്തിൽ അവർക്ക് ഭരണമുണ്ട്. ആ കേന്ദ്രത്തിലെ ഭരണം ഉപയോഗിച്ച് തന്നെ പലരും പല കാര്യങ്ങളും പലതും സാധിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. പല ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടൊക്കെ ഇരുന്നുകൊണ്ട് കയറി പോകാൻ ആഗ്രഹിക്കുന്നവരും കാണും കോൺഗ്രസിലെ നേതാക്കന്മാർക്കൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർ ആ രീതിയിലേക്ക് ശ്രമിക്കും. അപ്പം ഭരണമാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു മാറ്റവുമില്ല. ശശി തരൂരും ശബരിനാഥും വരുന്ന ഡിസംബറിനുള്ളിൽ തന്നെ BJPയിലേക്ക് എത്തും. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചർച്ച ചെയ്ത വിഷയം. അപ്പോൾ അങ്ങനെ ഇനി വരാൻ പോകുന്ന കളികളാണ് 2026 ഇലക്ഷന് മുമ്പ് വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.